വിശേഷം ഒന്നുമായില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ശാരദേച്ചിയെ ഒരു ചായ കിട്ടുമോ? കേട്ടാൽ പൊട്ടുന്ന എന്റെ അമ്മയെ നാട്ടിച്ചു. പഴമോഷണമാണ് മെയിൻ ആയിട്ട്. എന്തുവാ ചേട്ടാ, എന്തുവാ ചേട്ടൻ ഇങ്ങനെയാണോ? ഹലോ, അപ്പം നമ്മൾ ഒരു സീരിയൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിലുള്ള ARS സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ ആ പോലീസ് സ്റ്റേഷൻ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു, പിന്നെ മനസ്സിലായത് അതൊരു സെറ്റാണ്. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് സീ കേരളത്തിലെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലാണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാവരോടും നമുക്ക് സംസാരിക്കണ്ടേ? കം ഓൺ, ഫോളോ മീ. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആളെ ഇവിടെ കണ്ടു, നമ്മുടെ ഡയറക്ടർ സാറിനെ. സാറ് രാവിലെ കുറച്ച് തിരക്കിലാണ്, കുറച്ച് എഴുത്തിലൊക്കെയാണ്. അപ്പം നമുക്ക് പെർമിഷൻ ചോദിക്കാം. സർ, ഗുഡ് മോർണിംഗ്. നമസ്കാരം സർ. ഞങ്ങൾ ബിഹൈൻഡ് ദ വുഡ്സിലെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ സീരിയൽ സെറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുവാണ്. അപ്പം സർ, വെരി നൈസ് ടു മീറ്റ് യു. അപ്പം ഇതാണ് നമ്മുടെ ഡയറക്ടർ സാർ. സർ, ഞങ്ങളിവിടെ ചെറിയൊരു ഇന്റർവ്യൂവും കാര്യങ്ങളും ഒന്ന് എക്സ്പ്ലോർ ചെയ്തോട്ടെ ഈ സെറ്റ്. കുടുംബശ്രീ ശാരദയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒഫീഷ്യൽ പെർമിഷൻ നമ്മുടെ രാജാവിന്റെ അടുത്തു നിന്ന് തന്നെ കിട്ടി. അപ്പൊ ഞങ്ങൾ തുടങ്ങുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ക്യാരി ഓൺ. താങ്ക് യു. അപ്പം നമുക്ക് പെർമിഷൻ കിട്ടി. അപ്പം നമ്മളിനി ആർട്ടിസ്റ്റുകളെ മീറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കുടുംബശ്രീ ശാരദയുടെ കുടുംബശ്രീ ഹോട്ടൽ കുടുംബശ്രീ. അപ്പം നമുക്കിതിൻ്റെ സെറ്റൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഇത് വെറും സെറ്റാണെന്ന് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷേ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. എടുത്തൂടാ, കാരണം ഇത് സെറ്റിലെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ എനിക്ക് എടുക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ വേറൊരാളെ കണ്ടു. ഇതേ ഇരിക്കുന്നു, നമ്മുടെ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് കിഷോർ ചേട്ടൻ. ഹായ് ചേട്ടാ. നമ്മുടെ പ്രേക്ഷകരോട് ഹായ് പറയൂ. ഇതേ മൈക്ക്. ഹായ് ഹായ്. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? എന്താണ് കഥയുടെ അടുത്ത ട്വിസ്റ്റ്? ചേട്ടൻ എങ്ങനെയാണ് എഴുതുന്നത്? പ്രചോദനം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ സോഴ്സ് എവിടെ നിന്നാണ്? അത് നമ്മുടെ സീരിയൽ എന്ന് പറയുന്നത് ഒരു റീമേക്ക് സീരിയലാണ്. അത് കന്നഡയിൽ പുട്ടക്കാന മക്കൾ എന്ന് പറഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 120 എപ്പിസോഡോളം ആയി കഴിഞ്ഞു. അത് തെലുങ്കിൽ അതൊരു 800 എപ്പിസോഡോളം ആയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് രണ്ടിൽ നിന്നും ത്രെഡ് എടുത്തിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള അംശങ്ങൾ കൂട്ടിച്ചേർത്ത് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചേർത്തിട്ടാണ് എൻ്റെ കഥ ഉണ്ടാക്കുന്നത്. ഇവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് കാറ്റൊക്കെ കൊണ്ടാണോ ചേട്ടൻ എഴുതുന്നത്? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ ഇരുന്ന് എഴുതും, ചിലപ്പോൾ ലൊക്കേഷനിൽ വരും. എന്തെങ്കിലും ഡിസ്കഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വരാറുമോ ചെയ്യാറും. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പരിചയപ്പെട്ടതിൽ സന്തോഷം. ചേട്ടാ, അപ്പം ചേട്ടൻ്റെ എഴുത്ത് നടക്കട്ടെ. നമുക്ക് ചേട്ടനെ ശല്യപ്പെടുത്താതെ അങ്ങോട്ട് പോവാം. ഇവിടെ ഷൂട്ട് തുടങ്ങി, ഷോട്ട് എടുക്കാൻ പോവാണ്. ഇതെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഷൂട്ട് കാണാം. വാ, ഇവിടെയാണ് ഡയറക്ടർ ഇരിക്കുന്നത്. കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്, റിഹേഴ്സൽ ചെയ്യുക. നമ്മുടെ നീലു ചേച്ചിയെ കൈയോടെ കിട്ടിയിട്ടുണ്ട്. അവിടെ റിഹേഴ്സൽ റീഡിങ് നടക്കുകയാണ്, എന്നാലും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളിയായിട്ട്. എങ്ങനെയുണ്ട് ഷൂട്ടൊക്കെ? ഷൂട്ട് അടിപൊളിയായിട്ട് തോന്നുന്നു. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് 1 ഡേ അങ്ങനെയൊക്കെ ബ്രേക്ക് ഉള്ളൂ. അതിന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എനർജറ്റിക് ആണ്, ഫുൾ എനർജറ്റിക് ആണ്. പുതിയ സീരിയല് ഞങ്ങൾ കൈ നീട്ടി സ്വീകരിച്ചിട്ടുള്ള അടിപൊളി ക്യാരക്ടർ ആയിട്ടുണ്ട്. കാരണം നേരത്തെ ചെയ്ത ക്യാരക്ടറിനേക്കാളും കുറച്ച് വ്യത്യസ്തമാണ്. അതെ, എന്റെ പേഴ്സണൽ ക്യാരക്ടറിന്റെ ഒരു സൈഡ് പക്ക അതേപോലെ ഉള്ളതാണ്. ഇപ്പൊ ഞാൻ റിയൽ ലൈഫിൽ പറഞ്ഞ പല ഡയലോഗ്സും ക്യാരക്ടർ പറയുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രോജക്റ്റ് കാണാൻ നമുക്ക് ഇനി മുന്നോട്ട് നമ്മുടെ
ഇപ്പോൾ ഭയങ്കര മസിൽ പിടിച്ച് എല്ലാത്തിനും വഴക്കും ഇതുണ്ടാക്കുന്നതാണ് ഷാനി. ഇനി ഷാനിയുടെ സോഫ്റ്റ് സൈഡും ആളിൽ വരുന്ന പ്രണയവും ഇതൊക്കെയാണ് ഇനി മുന്നോട്ട് വരാൻ നിൽക്കുന്നത്. ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട്. അതെ, അങ്ങനെ ഞാൻ ഓരോരോ രഹസ്യങ്ങൾ ഇവിടുന്ന് ചോട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചി ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പിന്നെ നടക്കട്ടെ, പോക്കോ, ഞാൻ ചാടിക്കട്ടെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അപ്പൊ നമ്മുടെ നീനു ചേച്ചിയായിരുന്നു. നീനു ചേച്ചി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നു. അവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇപ്പോഴും റീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുടുംബശ്രീ ശാരദാമെ പിടിക്കാം. ഓക്കെ, രണ്ടുപേരുതേ നാട് വിട്ട് പോകാൻ പോകുന്നു. വാ, പോകുന്നതിന് മുമ്പ് നമുക്ക് കൈയോടെ പിടിക്കണം. നമ്മുടെ കുസൃതി ചോദ്യം സെഗ്മെന്റ് ഒക്കെ ബാക്കി കിടക്കുക. വാ, കണ്ട 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 ആരാ സമ്മതിക്കൂല. നമ്മൾ വരും, അതാണ് ഞാൻ ഇവിടെ നിൽക്കാം. അതെ, എങ്ങനെയുണ്ട്? ആയതുകൊണ്ട് നിങ്ങൾ അധികം വലിച്ചു പറിക്കാതെ, അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ടി വരും, ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ ആയുധം എടുക്കട്ടെ. എന്റെ ആയുധം എടുക്കട്ടെ. ഞാൻ രാവിലെ ഗൂഗിളിൽ തപ്പി, ഇന്നലെ ഞാൻ നോക്കിയപ്പോ എനിക്ക് ആൻസർ കിട്ടിയില്ല. ഓക്കെ, എന്നാ ഞാൻ ചോദിക്കാം. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. 3 കൊച്ചുകുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാൻ അപ്പുറത്തെ സൈഡിൽ ചെന്നപ്പോ അതിലൊരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ 5 പേരും സേഫ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ എത്തിയത്. അതെങ്ങനെ? അത് ആദ്യം രണ്ടുപേരും ആദ്യം പോയി കാണും, പിന്നെ 3 പേര് പിന്നെ പുറകെ പോയി കാണും. 5 ആകെ കൂടെ 3 പിള്ളേരെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിലെത്തിയപ്പോ അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞു, നമ്മള് 5 പേരും സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തു. എങ്ങനെ റോഡ് ക്രോസ് ചെയ്തു? അപ്പുറത്തെ ഒന്നുകൂടെ നമ്മള് ക്വസ്റ്റ്യൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞുതരാം. 3 കുട്ടികൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തിയപ്പം അതിനകത്ത് ഒരു കുട്ടി പറഞ്ഞു, ഞങ്ങൾ 5 പേരും സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തു. എങ്ങനെ റോഡ് ക്രോസ് ചെയ്തു, 5 പേര് എത്താല്ലോ. ഇത്ര ആലോചിക്കാനൊന്നും പറ്റത്തില്ല. പാസ്സാണോ? ഇതിന്റെ ഉത്തരം എന്താണെന്നറിയുവോ? കൊച്ചു പിള്ളേര് അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്തു 3 പേര്. എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞ് ഞങ്ങൾ 5 പേരും സേഫ് ആയിട്ട് റോഡ് ക്രോസ് ചെയ്തു. ഈ കൊച്ചു പിള്ളേര് പറയുന്നത് ആരെയും വിശ്വസിക്കുമോ? കേട്ടാൽ പൊട്ടുന്ന എന്റെ അമ്മയെ നാട്ടിച്ച്. കേട്ടാൽ പൊട്ടുന്ന ലെൻസ് ഏതാണ്? കേട്ടാൽ പൊട്ടുന്ന ലെൻസ് ഏതാണ്? സൈലൻസ്. ഹലോ, ഹായ്. പുള്ളിക്കാരി ഒരു ഷോട്ടിന്റെ ഇടയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഇവിടെ ഞാൻ കൊണ്ടുവന്നതാണ്. നല്ല ബിസി ആയിരുന്നു. ഇത് പിടിച്ചോ. ഓക്കെ. അപ്പം ശ്യാമയ്ക്ക് സുഖമാണോ? ശ്യാമയ്ക്ക് സുഖമാണ്. ശ്രീലക്ഷ്മിക്കോ? ശ്രീലക്ഷ്മിക്കും സുഖമാണ്. ഓക്കെ, രണ്ടുപേരും ഓക്കെയാണ്. രണ്ടുപേരും ഓക്കെയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഷൂട്ടും കാര്യങ്ങളൊക്കെ? നന്നായി പോകുന്നുണ്ട്. ഒരു ഫാമിലി പോലെ നല്ല എൻജോയ്മെന്റ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, എക്സ്പീരിയൻസ് പറയൂ. 1-2 ബാക്കിലൊക്കെ പറഞ്ഞു എങ്ങനെ ശരിയോ? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് നോക്കുമ്പോൾ സാറിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഹാപ്പിയാണ്. ഇവിടുത്തെ ഒരു ഫണ്ണി മൊമെന്റ് ഒന്ന് പറയാമോ? ഇവിടെ ഷൂട്ട് സെറ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഷൂട്ട് സെറ്റിൽ വെച്ചിരുന്ന സാധനങ്ങൾ കട്ട് തിന്നാറാ പതിവ്. ഞാൻ കണ്ടായിരുന്നു അവിടെ വെച്ചേക്കുന്ന ജിലേബി ലഡു ഒക്കെ. അതെ, പഴം മോഷണമാണ് മെയിനായിട്ട്. അപ്പം കുടുംബശ്രീ ശാരദയിലെ സെറ്റിലെ മെയിൻ പ്രത്യേകത ഇവിടെ ഫുഡ് ഐറ്റം കളവ് പോവാറുണ്ട്. മെയിൻ ആയിട്ട് നമ്മളായിരിക്കും അല്ലേ? നമ്മളെല്ലാരും പഴം തിന്നുന്നത് അങ്ങനെയാണ്. പഴം ഇവിടെ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണ്. ശ്യാമക്കുട്ടിക്ക് ഷോർട്ട് ഉണ്ട്, പുള്ളിക്കാരിയെ വിളിച്ചു പോയി. അപ്പം നമ്മളിനി അടുത്ത ആളെ പരിചയപ്പെടാൻ പോവാണ്. ഒരാൾ അവിടെ കാറ്റൊക്കെ കൊണ്ട് ഫോണൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇടിച്ചു കയറാം. വാ. ഹായ്. സ്വന്തം ഫോട്ടോ ഇങ്ങനെ വലുതാക്കിയും ചെറുതാക്കിയൊക്കെ കാണുന്നതാണോ വീക്ക്നെസ്? ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം? നല്ല വിശേഷം.
എങ്ങനെ പോകുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഷൂട്ട് നന്നായി പോകുന്നു. ഇപ്പോൾ ഇങ്ങനെ ടൈറ്റ് സ്കെഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാ, അരിവർക്കലാണോ അതോ ടപ്പേ 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 എടുത്ത് പോവുകയാണോ, എങ്ങനെയാണ്? സാറ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് അടിച്ചടിച്ച് പോവില്ല. ഒരുപാട് ഷോർട്സും കാര്യങ്ങളായിട്ട് എടുത്തിട്ട് ഒരു സീനിന് ഒരുപാട് ടൈം എടുക്കും. ഓക്കെ. സാറിന്റെ അടുത്ത് വരക്ക് കിട്ടുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെമ്പരത്തിയിൽ അഭിനയിച്ചിരുന്നു. അതിൽ അരവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരുന്നു, സി കേരളത്തിന്റെ തന്നെ. അതൊന്നാണ് ഇപ്പോൾ ഇതിലേക്ക്. ഏത് ആക്ടറിനെയാണ് who has influenced you the most? ഇല്ല, എനിക്ക് ആക്ച്വലി ടു ബി ഫ്രാങ്ക്, ഞാൻ ഒരു കാലത്ത് ഒരു ആക്ടറിനെ മാത്രമൊക്കെ സ്നേഹിച്ചു കിടന്നൊരു കാലമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു ആക്ടിങ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ മനസ്സിൽ ചിന്തിച്ച സമയത്ത്, പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ പോലും ക്യാരക്ടർ ആർട്ടിസ്റ്റുകളായാലും മമ്മൂക്ക, മോഹൻലാൽ, ലാലേട്ടൻ എല്ലാവരും ആയാലും, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആക്ടർ. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു നാച്ചുറൽ ആക്ടേഴ്സ് ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സോ ഇന്നൊരാൾ എന്നുള്ളതില്ല. പിന്നെ എൻ്റെ ഡ്രീമിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എന്നെ കണ്ടുവച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. സോ അതിലേക്ക് എത്തിപ്പെടണം. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ജേണിയിലാണ് ഇപ്പോൾ. ഓക്കെ. അപ്പം നമ്മുടെ ബിഹൈൻഡ് വുഡ്സിന്റെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ് ശ്രദ്ധിച്ചോളൂ. റെഡിയാണോ? അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. എങ്ങനെ എഴുതിയാലും ശരിയാവാത്തതുണ്ട്. അക്ഷരാണോ? കുറച്ചുകൂടെ നമ്മുടെ ലെവലിൽ വന്ന് ചിന്തിക്കൂ. ശരിയാവാത്തത് എന്ത്? തെറ്റ്. കറക്റ്റ് ആണോ? പൊളിച്ച്. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? ഇത് കുറച്ച് ബുദ്ധിമുട്ടും. ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈകൊണ്ട് അല്ലേ? എന്തുവാ ചേട്ടാ? കൈകൊണ്ടല്ലേ? എന്തുവാ ചേട്ടൻ ഇങ്ങനെയാണോ? അല്ല, എന്താ പിന്നെന്താ ചിരിക്കുമ്പോ ഇതെല്ലാം കറക്റ്റ് ആവാം. എനിക്കിവിടെ എന്താ പ്രസക്തി? അങ്ങനെ ഞാൻ ഇത് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. മതി ജയിച്ചു. ഭയങ്കര നമ്മുടെ ലെവലുള്ള അത്രേ ബുദ്ധിയാണ്. ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാം അടച്ചു വെച്ചു. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാൻ? കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പരമാവധി കുറേ ക്ലീശയിൽ നിന്ന് കുറേ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില നല്ല നല്ല മുഹൂർത്തങ്ങളും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടാൽ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗടിക്കുന്നതാണ് അല്ലേ? അതല്ല നല്ലത്. ചേട്ടാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കല്ലേ? അല്ല, അങ്ങനെയാണ് പറയണ്ടേ. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്ന പോലെ നിങ്ങളിത് കാണണം മറ്റേത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവർ കാണുള്ളൂ. ഓക്കെ, ശരി ചേട്ടാ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ചേട്ടാ. താങ്ക് യു സോ മച്ച്. ബൈ. അപ്പം വാ. ശാരദേച്ചിയെ ഒരു ചായ കിട്ടുമോ? പിന്നെന്താ, നമ്മുടെ കടയിൽ വന്നിട്ട് ചായ ഉണ്ടോന്നാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ കച്ചവടമൊക്കെ എങ്ങനെ പോണു? രാവിലെ തിരക്കാണോ? നല്ല തിരക്കാ. ഇന്ന് സഹായിക്കാൻ മക്കളൊന്നും ഇല്ലേ? ഉണ്ട്, എല്ലാരും ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ പോയി എന്താ പറയാ, രാവിലത്തെ പ്രിപ്പറേഷനും അതിലൊക്കെയാണ്. ഒരാൾ ഇവിടെ നിന്നാൽ ഒരാൾ അടുക്കളയിൽ കാണും. ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇവിടെ കഴിക്കാനൊക്കെ? ഇന്ന് സ്പെഷ്യൽ എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഒരു ബോർഡ് കണ്ടല്ലോ, അതൊക്കെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ. ചായ, വടകൾ, പിന്നെ ചോറ്, ഊണ് എല്ലാം ഉണ്ടല്ലേ? വന്നാ മതി. സ്വാദിഷ്ടമായ ഇവിടെ നമ്മുടെ എന്റെ കടയിൽ വരുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ എന്തൊക്കെ കിട്ടുന്നുള്ളത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും വെക്കുകയോ പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല. തനിച്ചൊരു അമ്മ മക്കളെ വളർത്തുന്ന അങ്ങനെ എത്രയോ അമ്മമാർ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പ്രോത്സാഹിപ്പിക്കുക. കാണണം, കുടുംബശ്രീ ശാരദ കാണണം. നമ്മുടെ സി കേരളത്തിലാണ്, 7 മണിക്കാണ്. ആരും മിസ് ചെയ്യരുത്, കാണണം. സോ നമ്മൾ ഇവിടെ വന്നു. ശാരദ ചേച്ചി ബിസിയാണ്, ഇവിടെ രാവിലെ തിരക്കൊക്കെയാണ്. സോ നമ്മളിവിടെ വന്നു, എല്ലാവരെയും കണ്ടു, പരിചയപ്പെട്ടു. സോ ദിസ് ഇസ് ഷാന ജസൻ ഒഫീഷ്യലി സൈനിങ് ഓഫ് ഫ്രം സി കേരളം കുടുംബശ്രീ ശാരദ സെറ്റ്. ബൈ. വിശേഷം ഒന്നുമായില്ലേ? ഇനി ആ ചോദ്യം ഒഴിവാക്കാം. ലോകോത്തര വന്ധ്യതാ ചികിത്സ ഇനി ബ്ലിസ് ഫെർട്ടിലിറ്റി സെന്ററിൽ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.